നമ്മൾ തമ്മിൽ ആദ്യം ഒന്ന് അടുത്ത് വന്നതാ. അതിനിടയില ഈ നശിച്ച മത്സരം. അതങ്ങ് മറന്നീ കേട്ടത്തി. നമുക്കേ പഴയതുപോലെ പരസ്പരം സഹായിച്ചും പ്രശ്നങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാം. ഏട്ടത്തി എനിക്കൊരു കാര്യം നടത്തി തന്ന ആ മാല ഞാൻ ഏട്ടത്തിക്ക് തരാം. ഞാൻ സത്യമായിട്ട് പറയുന്നതാ. കാര്യം പറ. എന്റെ ചേച്ചി അഭിനയിക്കുന്ന ആ സിനിമയുണ്ടല്ലോ, അത് പൂർത്തിയാവാൻ പാടില്ല. ഓ അല്ല, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യണം. ഞാൻ ആഗ്രഹിച്ച കാര്യം തട്ടിയെടുക്കുന്നത് പോലെ അത് ചേച്ചിക്ക് കിട്ടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പൊറുക്കാൻ പറ്റില്ല. അതിന് ഷൂട്ടിംഗ് നടത്തുന്നത് നമ്മുടെ ആളുകളൊന്നും അല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ? പറ്റും. പ്രിയങ്ക പറയുന്നത് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്. സിനിമ മുടക്കണമെങ്കിൽ അല്പം ക്രൂരമായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ചേച്ചിയാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് വരരുത്. അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല. ഏട്ടത്തി എന്താന്ന് വെച്ചാ ചെയ്തോ. ചേച്ചി അങ്ങ് ചത്തുപോയാൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ നീ പോയിക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വന്നതും പറഞ്ഞതൊന്നും നീ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ചെറിയമ്മയ്ക്ക് എന്നെ സംശയമാണെങ്കിൽ ഇതാ പരിശോധിച്ചോ. സംശയമൊന്നുമില്ല, നീ ചെല്ല്. അതെ, സിനിമ മുടങ്ങിയാല് ആ മാല കൽപ്പനയ്ക്ക് കൊടുത്തേക്കണം. ഞാൻ വാക്ക് മാറില്ല. ഇവളെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല. ചതിക്കാൻ മെടുക്കിയ. പക്ഷേ ഈ ചതി അവളുടെ തലയിൽ തന്നെ വന്ന് ചേരാനുള്ളതാ. ഞാനേ ഗൗതമിനെ വിളിക്കട്ടെ. ഹലോ ഗൗതം, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ടൗണില്. നീ അത്യാവശ്യമായി രാധിക അഭിനയിക്കുന്ന ലൊക്കേഷനിലൊന്ന് പോണം. എന്താ? ആ സിനിമ പൂർത്തിയാവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ രാധികയ്ക്ക് എന്തെങ്കിലും പറ്റണം. ആ ലൊക്കേഷനിൽ അതിനുള്ള സാഹചര്യം ഉണ്ടോന്ന് ഗൗതം ഒന്ന് അന്വേഷിക്കണം. അല്ല, അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? വേറെ ഏതെങ്കിലും കൊള്ളാവുന്നവരെ വിളിച്ച് ഞാൻ ഏൽപ്പിക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ ചെയ്യാം. ഞാൻ പോയി നോക്കാം അവിടെ. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഗൗതം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഏത് കോട്ട മതിലിനും ഒരു വിള്ളലുണ്ടാവും. അത് കണ്ടുപിടിച്ചാ മതി. പിന്നെ കോട്ട തകർക്കാൻ എളുപ്പമാ. ആ മാല എനിക്ക് തന്നെ വേണം. ഒപ്പം ഇനി ഒരിക്കലും പ്രിയങ്കയെ രക്ഷപ്പെടുത്താനാവാത്ത വിധം കുരുക്കാൻ വേണം. അതിന് ഇത് കൊള്ളാവുന്ന മാർഗം. ഞാൻ തോൽക്കാൻ പാടില്ലെന്ന് ദൈവം തീരുമാനിച്ചാ പിന്നെ എനിക്ക് വഴി മുടക്കാൻ പറ്റുമോ?